ഹായ് മക്കളെ, അസ്രയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേജ് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും 2 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ പാർട്ട് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് കാണുക. അതുപോലെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എന്തായാലും ക്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തേർഡ് പാർട്ടിലേക്ക് പോവാം. അധികം സമയമൊന്നും കളയണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ നല്ല ഓർമ്മയിലുണ്ടാവും. നമ്മളെന്താ പഠിച്ചത്? ജൈനിസം പഠിച്ചിട്ടുണ്ടായിരുന്നു, ബുദ്ധിസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സമയമൊന്നും കളയുന്നില്ല, നമ്മൾ പെട്ടെന്ന് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ പേജ് നമ്പർ 32 ഈ ഭാഗം ഉള്ളത്. എന്താണ്? മെറ്റീരിയലിസം, അതെ, അല്ലെങ്കിൽ ഭൗതികവാദം എന്ന് മലയാളത്തിൽ പറയും. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ സിൻസ് ആൻഷ്യന്റ് ടൈം ഈസ് ദ എമർജൻസ് ആൻഡ് മെർജർ ഓഫ് ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്. അതായത് വ്യത്യസ്ത ആശയധാരകൾ ഉയർന്നു വന്നതാണ് പ്രാചീന കാലം മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന പ്രത്യേകത. അതായത് പ്രാചീന കാലം മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിൽ എന്തുണ്ടായിരുന്നു? ഇങ്ങനെ കാലക്രമേണ ഓരോ ആശയധാരകൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ സെവറൽ സ്കൂൾസ് ഓഫ് തോട്ട്സ് വർ ഫോംഡ് ഇൻ ദ 16th century BC. മെറ്റീരിയലിസം വാസ് വൺ ഓഫ് ദം. അതായത് 6ാം നൂറ്റാണ്ടിൽ എന്തുണ്ടായിരുന്നു? നിരവധി ആശയധാരകൾ രൂപപ്പെട്ടു. അതിൽ ഒന്നായിരുന്നു എന്ത്? ഭൗതികവാദം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓരോരോ ഇതിൻ്റെ പ്രചാരകന്മാരെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആരെ പേരാ പറയുന്നത്? അജിത കേശകമ്പിളിൻ. കണ്ടുവാ? യെസ്, അജിത കേശകമ്പിളിൻ വാസ് ദ പ്രൊമുൾഗേറ്റർ ഓഫ് ദി സ്കൂൾ ഓഫ് തോട്ട്. അപ്പം ആരാണ്? അജിത കേശകമ്പിളിനായിരുന്നു ഈ ചിന്താധാരയുടെ പ്രചാരകൻ എന്ന് പറയുന്നു. ഹി വാസ് കണ്ടംപററി ഓഫ് ദ ബുദ്ധ. ബുദ്ധൻ്റെ സമകാലീനായിരുന്നു. ബുദ്ധൻ്റെ അതേ കാലഘട്ടത്തിലായിരുന്നു ആര്? കേശകമ്പിളിൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അജിത കേശകമ്പിളിൻ. ഓക്കെ, എന്താണ് അവർ പറയുന്നത് നോക്കിയേ? ദ മെറ്റീരിയലിസ്റ്റ് ഒപ്പീൻ ദാറ്റ് ഓൾ റിലീജിയസ് പ്രാക്ടീസസ് വർ മീനിങ്ലെസ് ആൻഡ് ദർ ഈസ് നെയ്തർ ഇഹലോക ഓർ പരലോക. അതായത് ഇവരെന്താ പറയുന്നതെന്ന് വിചാരിച്ചാൽ എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണ്, ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഇഹലോകവും ഇല്ല, പരലോകവും ഇല്ല. ഇതൊന്നും ഇല്ല എന്നാണ് ആര് പറയുന്നത്? മെറ്റീരിയലിസ്റ്റ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്? ഓക്കെ, ദ മെറ്റീരിയലിസ്റ്റ് സെഡ് ഹ്യൂമൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 4 elements. അതുകൂടാതെ ഭൗതികവാദികൾ ഇങ്ങനെ പറയാണ്. എന്താണ് പറഞ്ഞത്? മനുഷ്യർ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയുന്നു. എന്താണ്? 4 ഘടകങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയുന്നു. ഓക്കെ, ദെൻ വെൻ ദേ ഡൈ their souls matter dissolves in the earth, liquidity dissolves in water, heat in fire, and breathe in air, and sense in vacuum. അപ്പോൾ ദെൻ നെക്സ്റ്റ് നോക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇതിൽ ആദ്യത്തേത്, അതായത് ലിക്വിഡിറ്റി ഡിസോൾവ്സ് ഇൻ, അതിന് മുമ്പ് പറയുന്നത് അല്ലേ, സോളിഡ് മാറ്റർ ഡിസോൾവ്സ് ഇൻ എർത്ത്. അതായത് നമ്മുടെ ഖരാംശം ഭൂമിയിൽ ലയിക്കും. ഓക്കെ, ലിക്വിഡിറ്റി എന്താണ്? ദ്രവാംശം വെള്ളത്തിലും, അത് ഹീറ്റ് അതായത് ചൂട് തീയിലും, ശ്വാസം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബ്രിത്ത് ഇൻ എയർ ആൻഡ് സെൻസ് ഇൻ വാക്വം. ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിൽ ലയിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? ഭൗതികവാദികൾ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ അവിടെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച് അഥവാ കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് ആ പേര് ആരാണ്? ഭൗതികവാദത്തിൻ്റെ പ്രചാരകൻ അജിത കേശകമ്പിളിനാണ്. അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റ് എന്താണ് മതത്തിനെ കുറിച്ചും വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിനി മഹാജനപദാസ് ഓർ ദ ഏർലി സ്റ്റേറ്റ്സ്, മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആ പാരഗ്രാഫ്, ചെറിയൊരു പാരഗ്രാഫ് ഉണ്ടല്ലേ, അതൊന്ന് വായിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. Above is what the Buddha said about Vaji, Mahajanapata, in the Dignikaya, a Buddhist work composed 2300 years ago. അതായത് ഈ 2300 വർഷങ്ങൾ മുമ്പ് രചിക്കപ്പെട്ട ബുദ്ധകൃതിയാണ് എന്ത്? ദിഗനികായ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദിഗനികായയിൽ ഒരു കാര്യം. ബുദ്ധൻ ആദ്യമായിട്ട് ബുദ്ധമതത്തിൽ ചേരുന്ന യുവാവിനോട് ബുദ്ധൻ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബുദ്ധൻ ഉപദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഈ ദിഗനികായയിൽ വജ്ജി എന്നൊരു രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മഹാജനപദം. ഓക്കെ, അതിന് ഒരു രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തൊട്ട് മുകളിലത്തെ പാരഗ്രാഫിലുണ്ട്. അപ്പോൾ ആ പാരഗ്രാഫിലാണ് നമ്മളത് വായിച്ച് നമുക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. അതേ കാര്യം തന്നെയാണ് നമുക്ക് ആ കോളത്തിൽ എഴുതാനുള്ളതും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. As long as such decisions are taken together after discussion, as long as they work together, as long as elders are respected, supported and listened to carefully. ഓക്കെ, എന്താ പറയുന്നത്? അത്തരത്തിൽ കൂടിച്ചേർന്ന് ചർച്ച ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന കാലത്തോളം എന്നാണ് പറയുന്നത്. ആസ് ലോങ് ആസ് സച്ച് ഡിസിഷൻസ് ആർ ടേക്കൻ ടുഗദർ
ആഫ്റ്റർ ഡിസ്കഷൻ. അപ്പം എന്താണ്, ഒരു ചർച്ച ചെയ്യുമ്പം ചർച്ച ചെയ്ത് കൂടിച്ചേർന്നാണ് ഓരോ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. നമ്മൾ കൂടിച്ചേർന്ന് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് ആ കാലത്തൊന്ന് മനസ്സിലാവും. ദെൻ ആസ് ലോങ് ആസ് എൽഡേഴ്സ് ആർ റെസ്പെക്റ്റഡ്, സപ്പോർട്ടഡ് ആൻഡ് ലിസൺ ടു കെയർഫുള്ളി. എന്താണ്, മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തിരുന്ന കാലത്തോളം എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുതിർന്നവരെ ശ്രദ്ധയോടെ എല്ലാവരും ആ കാലഘട്ടത്തിൽ കേൾക്കാറുണ്ടായിരുന്നു, പിന്തുണയ്ക്കാറുണ്ടായിരുന്നു, ബഹുമാനിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ആസ് ലോങ് ആസ് ദ വുമൺ ഓഫ് വജി ലിവ് ഫ്രീലി. അപ്പോൾ വജിയിലെ സ്ത്രീകൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമായിരുന്നു, സ്വതന്ത്രരായിട്ട് ജീവിക്കുന്ന കാലത്തോളം അവർ സ്വതന്ത്രരായിരുന്നു എന്തിൽ, വജി എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ. ഓക്കെ, ദെൻ as long as the places of worship in villages and cities exist, as long as people of different faiths can move about freely. പിന്നെന്താ പറയുന്നത്, വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരുന്ന ആൾക്കാരുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം എന്താ, ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം. അപ്പോൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ എന്തുണ്ടായിരുന്നു, ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. ആസ് ലോങ് ആസ് ദ പ്ലേസ് ഓഫ് വർഷിപ്പ് ഇൻ വില്ലേജ് ആൻഡ് സിറ്റീസ് എക്സിസ്റ്റ്, ആസ് ലോങ് ആസ് പീപ്പിൾ ഡിഫറെൻറ്റ് ഫെയ്ത്ത് ക്യാൻ മൂവ് അബൌട്ട് ഫ്രീലി. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ്, വ്യത്യസ്ത വിശ്വാസങ്ങളുടെ ജനങ്ങളുണ്ട്, വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരുന്നവരുണ്ട്, അവർക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന കാലം ഉണ്ടായിരുന്നു അവിടെ. പിന്നെന്താണ് പറഞ്ഞത്, ലാസ്റ്റായിട്ട് പറയുന്നത്, ആസ് ലോങ് ആസ് ദേ ആർ റെസ്പെക്റ്റഡ് വജി വിൽ എക്സിസ്റ്റ്. എന്താണ് പറഞ്ഞത്, അപ്പോൾ അവർ ബഹുമാനിക്കപ്പെടുന്ന കാലത്തോളം എന്ത് സംഭവിക്കും, വജി അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ വജിയുടെ എന്താ പറയുക, വജി എന്ന രാഷ്ട്രത്തിൻ്റെ എന്താ പറയുക, ഇനി നമ്മൾ ഭരണ സമ്പ്രദായത്തെ പറ്റിയിട്ട് നമുക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യമാണ് നമ്മൾ ആ കോളത്തിൽ നമ്മളോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മളിനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താണ് മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ അല്ലെ, മഹാജനപദാസ് ഓർ ദ ഏർലി സ്റ്റേറ്റ്സ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. ഓക്കെ, ഇനി നമ്മൾ വജീനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. അതിന് മുമ്പേ നമ്മൾ ആ കോളത്തിൽ എന്താ ജനപദം എന്നാൽ എന്ത് എന്ന് പറയുന്നുണ്ട് അല്ലേ. ബുക്കിൻ്റെ സൈഡിൽ പേജ് നമ്പർ 33 നമുക്കത് കാണാൻ പറ്റും. എന്താണ് ജനപദം അല്ലെ, ജനപദ മീൻസ് a place where people were settled, forests were burned down to form farmlands and residential areas. People settled there permanently. This is how Janapadas were formed. Later Vedas refer to various Janapadas. അതായത് ജനപദം എന്നാൽ ജനങ്ങൾ അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. തീ ഉപയോഗിച്ചിട്ട് ഇവർ കാടുകളൊക്കെ കത്തിച്ച് കൃഷിയിടങ്ങളും താമസ മേഖലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ജനങ്ങൾ സ്ഥിരമായിട്ട് താമസിച്ചു തുടങ്ങി. ഇങ്ങനെ ആണ് എന്തുണ്ടായത്, ജനപദങ്ങൾ ഉണ്ടായത്. അപ്പം നമ്മൾ ഇതേടെ പഠിച്ചിട്ടുണ്ട് നമ്മളിടാ വേദങ്ങൾ, ലേറ്റർ വേദാസ് അല്ലെ, പിൽക്കാല വേദങ്ങളിൽ നമ്മൾ ജനപദങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പാഠത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷവും നമ്മളത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമ്മുടെ ബുക്കിലെ പാരഗ്രാഫ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ. BCE 6ാം നൂറ്റാണ്ടിലാണ് എന്ത് വരുന്നത്, ഇന്ത്യയിലുണ്ടായിരുന്ന നിരവധി രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു എന്ത്, വജി വാസ് വൺ ഓഫ് ദ മെനി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഇൻ ദ 16th century BCE. എന്താണ്, ഏത് കാലഘട്ടമാണെന്ന് ഓർക്കണേ, 6th centuryയിലാണ് വജി എന്ന രാഷ്ട്രം ഉണ്ടായിരുന്നത്. ഓക്കെ, നിരവധി രാഷ്ട്രങ്ങളിലെ ഒന്നായിരുന്നു എന്ത്, വജി. ഓക്കെ, അപ്പം നമ്മൾ വജിയുടെ രൂപീകരണത്തെ കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത് അല്ലേ. ലെറ്റ്സ് എക്സാമിൻ ഹൗ ദീസ് സ്റ്റേറ്റ്സ് വർ ഫോംഡ്. എങ്ങനെയാണ് ഈ രാഷ്ട്രങ്ങളുടെ രൂപീകരണം. അപ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടതാണ് വജി. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനാണ് പോകുന്നത്. Okay, tribal social system existed in Vedic period. The tribes of the period were known as Jana. അതായത് വേദകാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു, ഗോത്ര സമൂഹ വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത് അല്ലേ. എന്ത് സമൂഹമായിരുന്നു, ട്രൈബ്സ് ആയിട്ടാണ് അല്ലേ, ട്രൈബൽ സോഷ്യൽ സിസ്റ്റം ആയിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ അതിൽ അവർ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്, ജന എന്ന പേരിൽ. ദ ട്രൈബ്സ് ഓഫ് ദ പീരീഡ് വർ നോൺ ആസ് ജന. അപ്പോൾ ആ കാലത്ത് നിലനിന്നിരുന്ന ട്രൈബ്സ് എന്ത് പേരിൽ അറിയപ്പെട്ടെ, ജന എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, ദെൻ ആസ് അഗ്രികൾച്ചർ ബിക്കെയിം വൈഡ് സ്പ്രെഡ്, ദീസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ബെഗാൻ ടു സെറ്റിൽ ഡൗൺ പെർമനൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ദീസ് കെയിം ടു ബി നോൺ ആസ് ജനപദാസ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കാം, എന്താണ് വേദകാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, ട്രൈബൽ സോഷ്യൽ സിസ്റ്റം ആയിരുന്നു. ട്രൈബൽ സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗോത്ര സാമൂഹ്യ വ്യവസ്ഥ നിലനിന്നിരുന്നു. അവ എന്ത് പേരിലാണ് അറിയപ്പെട്ടെ, യെസ്, ദ ട്രൈബ്സ് of the period were known as Jana എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ, ആസ് അഗ്രികൾച്ചർ became widespread, these tribal communities began to settle down permanently in different places. അതായത് കൃഷി വ്യാപകമായതോടെ ഗോത്ര സമൂഹങ്ങൾ എന്തായി, ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താണ്, കൃഷിയൊക്കെ നമ്മൾ മുമ്പ് ഓരോ ഭാഗം പഠിക്കുന്നതൊക്കെ മനസ്സിലാവും അല്ലെ. കൃഷിയെല്ലാം സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവർക്ക് സെറ്റിൽ ആവണം. കൃഷിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവർ സെറ്റിൽ ആവണ്ടേ, അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. ഇവയാണ് എന്ത് പേരിൽ അറിയപ്പെട്ടത്, ജനപദാസ്. These came to be known as Janapadas. ഇതാണ് ജനപദങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് കൂടി നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ സർപ്ലസ് പ്രൊഡക്ഷൻ ഇൻ ദ ജനപദാസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആസ് വെൽ ആസ് ദ ഡെവലപ്മെന്റ് ഓഫ് ടൗൺസ്. അപ്പോൾ ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം ഉണ്ടായി അല്ലെ, ഒരുപാട് കൃഷി ഉണ്ടാകുമ്പോൾ എന്താവും, സർപ്ലസ് ആവും അല്ലെ, മിച്ചോൽപാദനം ഉണ്ടാവും. അപ്പോൾ കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി എന്ന് പറയാം. ഓക്കെ, അഗ്രികൾച്ചർ സർപ്ലസ് പ്രൊഡക്ഷൻ ഇൻ ദ ജനപദാസ് ലെഡ് ദ ഗ്രോത്ത് ഓഫ് ദി ട്രേഡ് ആസ് വെൽ ആസ് ദ ഡെവലപ്മെന്റ് ഓഫ് ടൗൺസ്. നഗരങ്ങളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെയും വളർച്ചയുണ്ടായി. ദെൻ along with trade, towns became manufacturing centers for different crafts. പിന്നെ പറയാം, ഈ കച്ചവടത്തിൻ്റെ കൂടെ തന്നെ വ്യത്യസ്തമായ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളായിട്ട് എന്തു മാറി, നഗരങ്ങൾ മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, സം റെഗുലേഷൻസ് ബിക്കെയിം നെസസറി ടു കോർഡിനേറ്റ് ആൻഡ് റെഗുലേറ്റ് സച്ച് ഡൈവേഴ്സ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്തരത്തിലെ വ്യത്യസ്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്താനും എന്ത് ആവശ്യമായിട്ട് വന്നു, പിന്നെ ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യണം. അപ്പം അതിന് ഒരു നിയന്ത്രണം ആവശ്യമായിട്ട് വന്നു. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി എന്താണ്, ഇതിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു നിയന്ത്രണം ആവശ്യമായി വന്നു. ഓക്കെ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു നോക്കി, ഇൻ ദിസ് സിറ്റുവേഷൻ ദ ട്രൈബൽ ഫോം ഓഫ് ഗവൺമെൻറ് ഡിസപ്പിയർഡ്. ഈ പശ്ചാത്തലത്തിൽ ഈ ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭരണവ്യവസ്ഥ അപ്രത്യക്ഷമായി പോയി. ഓക്കെ, അതുവരെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒന്നും കൂടി നമുക്ക് പറഞ്ഞു വരാം. എന്താണ്, BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായിരുന്ന നിരവധി രാഷ്ട്രങ്ങളിലൊന്നായിരുന്നു വജ്ജി. ഓക്കെ, അതിനുശേഷം നമ്മളെന്താ പറഞ്ഞത്, പിന്നെ അവിടുത്തെ കൃഷി അല്ലെ, എന്താണ് അവർ കൃഷിയായിട്ട് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ തൊഴിൽ എന്തായിരുന്നു എന്നാണ് അല്ലേ, അത് കൃഷിയായിരുന്നു എന്ന് പറയാം. വേദകാലഘട്ടത്തിൽ അവരെങ്ങനെ ജീവിച്ചു എന്ന് പറയണം. എങ്ങനെയായിരുന്നു അവർ, സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ്, ട്രൈബൽ സോഷ്യൽ സിസ്റ്റം ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. എന്താണ്, ഗോത്ര സമൂഹ വ്യവസ്ഥയാണ്. ആ ട്രൈബ്സിനെ എന്ത് വിളിച്ചു, ജന എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ജനപദങ്ങൾ. അവർ പിന്നീട് കൃഷിയൊക്കെ വ്യാപകമായതോടുകൂടി അവർ സ്ഥിരതാമസാക്കി, അതിനെ ജനപദ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മിച്ചോൽപാദനം ഉണ്ടാവുന്നു, കാർഷിക മേഖലയിൽ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ എന്തായി, ടൗണും കച്ചവട മേഖലകളും ഉണ്ടായി. അതുപോലെ കച്ചവടത്തിൻ്റെ കൂടെ തന്നെ കരകൗശല വസ്തുക്കളെ നിർമ്മാണം അല്ലെ, മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ് ഫോർ ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ഉണ്ടാവുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു, അവസാനം ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ ഒരു നിയന്ത്രണം വേണ്ടി വരുന്നു. അപ്പം ഏത് സിസ്റ്റമാണ് ഇല്ലാതായി, ഈ ട്രൈബൽ ഫോമിന് പതിയെ ഇല്ലാണ്ടായി. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. ബാക്കി നോക്കിയേ, ദ ഇൻഎക്സ്ട്രിക്കബിൾ റിലേഷൻഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ ആൻഡ് ദ സോയിൽ സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദിസ് ടൈം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ കൃഷി പ്രധാന തൊഴിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സർപ്ലസ് ആയിട്ട് മിച്ചോൽപാദനം വരുന്ന സമയത്ത് നഗരങ്ങളും കച്ചവടമൊക്കെ ഉണ്ടായതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇല്ലേ തൊട്ട് മുമ്പത്തെ പാരഗ്രാഫിൽ. അതുപോലെ തന്നെ പറയാം, കൃഷിയോടും മണ്ണിനോടുള്ള ഒരു ഇടപിരിയാത്തൊരു ബന്ധം ഇക്കാലത്ത് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഇൻഎക്സ്ട്രിക്കബിൾ റിലേഷൻഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ ആൻഡ് ദ സോയിൽ സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദിസ് ടൈം. ദിസ് ഗേവ് റൈസ് ടു ദ വ്യൂ ഓഫ് വൺസ് ഓൺ ലാൻഡ്. അല്ലേ, നമുക്ക് നമ്മുടെ മണ്ണ്, നമ്മുടെ പ്രദേശം, നമ്മുടെ ഭൂമി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ എന്നുള്ളൊരു കാഴ്ചപ്പാട് വരില്ലേ. ഇത് അവരവരുടെ പ്രദേശം എന്നൊരു കാഴ്ചപ്പാട് ഇതിനിടയിൽ വന്നു. അങ്ങനെയാണ് എന്തുണ്ടായത്, രാഷ്ട്രരൂപീകരണം യാഥാർത്ഥ്യമാകുന്നത്. ദിസ് ഈസ് ഹൗ സ്റ്റേറ്റ് ഫോർമേഷൻ ബിക്കെയിം എ റിയാലിറ്റി. പിന്നെ നമ്മളവിടെ ഒരു ബുദ്ധൻ്റെ കൃതിയുടെ പേരാണ് പറയുന്നത്. എന്താണ് പേര്, അങ്കുത്തരനികായ. അങ്കുത്തരനികായയിൽ എന്താണ്, ഒരു 16 രാഷ്ട്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതേസമയത്ത് നിലവിൽ വന്ന 16 രാഷ്ട്രങ്ങളെ നോക്കുക. ദ ബുദ്ധിസ്റ്റ് വർക്ക് അങ്കുത്തരനികായ സ്പീക്സ് ഓഫ് 16 പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് ദാറ്റ് കെയിം ഇൻ ടു ബീയിങ്. ഇൻ ദിസ് വേ ദീസ് ആർ നോൺ ആസ് മഹജനപദാസ്. അതായത് ഇവ എന്തു പേരിൽ അറിയപ്പെട്ടു, മഹാജനപദങ്ങൾ എന്നറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഈ മെയിലിൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ദ ചേഞ്ചസ് ഡിസ്ക്രൈബ്ഡ് അബോവ് ആർ റെഫേർഡ് ടു ആസ് ദ സെക്കൻഡ് അർബനൈസേഷൻ ബൈ ഹിസ്റ്റോറിയൻസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വിവരണങ്ങളൊക്കെ ചരിത്രകാരന്മാർ എന്താണ്, രണ്ടാം നഗരവൽക്കരണം, ദ സെക്കൻഡ് അർബനൈസേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ പാരഗ്രാഫിൽ എന്തൊക്കെ മനസ്സിലായി നിങ്ങൾ, മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഒരു വിടപിരിയാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു, ഇൻഎക്സ്ട്രിക്കബിൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ അവനവൻ്റെ പ്രദേശം അല്ലേ, ഹിസ് ഓൺ ലാൻഡ് ഇല്ല വൺസ് ഓൺ ലാൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവരുടെ മൈൻഡിൽ വന്നു. അങ്ങനെ സ്റ്റേറ്റ് ഫോർമേറ്റ് ചെയ്യുന്നു അല്ലെ, ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് യാഥാർത്ഥ്യം, അതായത് രാഷ്ട്ര രൂപീകരണം യാഥാർത്ഥ്യമാകുന്നു. പിന്നെ നമ്മൾ ആ ബുദ്ധൻ്റെ അങ്കുത്തരനികായ എന്ന് പറഞ്ഞ വർക്കിനെ കുറിച്ച് ഓർക്കുക. അതിൽ 16 രാഷ്ട്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ ഇതാണ് മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പം ഈ മേൽ വിവരിച്ച കാര്യങ്ങളൊക്കെ ചരിത്രകാരന്മാർ എന്ത് പേരിലാണ് പറയുന്നത്, സെക്കൻഡ് അർബനൈസേഷൻ. അപ്പോൾ നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ദ മഹാജനപദാസ്. മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കണ്ടംപററി വർക്ക്സ് പ്രൊവൈഡ് സം ഇൻഫോർമേഷൻ അബൌട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദി മഹാജനപദാസ്. അപ്പോൾ നമ്മൾ മഹാജനപദങ്ങളിലെ ഭരണസമ്പ്രദായത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നത് എവിടെ നിന്നായിരുന്നു, സമകാലികമായ കൃതികളിൽ നിന്ന്, ആ കാലഘട്ടത്തിലെ കൃതികളിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. ആൻഡ് എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ടാക്സ് കളക്ഷൻ
ആൻഡ് സ്റ്റാൻഡിങ് ആർമി ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് ടൈം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു, അക്കാലത്ത് ഒരു നികുതി പിരിവ് മീൻസ് നികുതി പിരിവ് സമ്പ്രദായം നമ്മളെല്ലാ മുൻ പാഠത്തിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ രാജ്യത്തെ നികുതി പിരിവിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇക്കാലത്ത് എന്തുണ്ടായിരുന്നു, കാര്യക്ഷമമായ നികുതി പിരിവ് സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ എന്താ ഉണ്ടായേ, എ സ്റ്റാൻഡിങ് ആർമി ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് ടൈം, അല്ലേ? ഒരു സ്ഥിര സൈന്യം അവിടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ദ വേർഡ് ബാലി ഫൗണ്ട് ഇൻ പാലി ടെക്സ്റ്റ് മീൻസ് ടാക്സ്. അതായത് പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ, ശ്രീബുദ്ധൻ ഏത് ഭാഷയിലാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ള നമ്മൾ പറഞ്ഞ സമയത്ത് പാലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി എന്നൊരു പദമുണ്ട്. ഈ ബലി എന്ന പദം എന്തിനാണ് മെയിനായിട്ട് നികുതിയാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, എന്തിനായിരുന്നു, നികുതിയാണ് അർത്ഥമാക്കുന്നത്. ദെൻ ബാഗ വാസ് അനദർ ടൈപ്പ് ഓഫ് ടാക്സ്. വേറൊരു ടാക്സ് ഉണ്ട്, ആ ടാക്സിൻ്റെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ബാഗ എന്ന പേരിൽ മറ്റൊരു തരം നികുതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഗ്രെയിൻസ് ആൻഡ് കാറ്റൽ വർ മെയിൻലി പെയ്ഡ് ആസ് ടാക്സ്. എന്തായിരുന്നു നികുതിയായിട്ട് ഇല്ലെങ്കിൽ ടാക്സ് ആയിട്ട് അടച്ചിരുന്നതെന്ന് വിചാരിച്ചാൽ ധാന്യങ്ങളും കന്നുകാലികൾ എന്നിവയായിരുന്നു മുഖ്യമായിട്ടും എന്തായിട്ട് നികുതിയായിട്ട് നൽകിയിരുന്നത്. അപ്പോൾ ദോസ് ഹു ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ് പെയ്ഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആസ് ടാക്സസ്. അപ്പോൾ വനങ്ങളിൽ താമസിക്കുന്നവരുണ്ടായിരുന്നില്ലേ, അപ്പോൾ വനങ്ങളിൽ താമസിച്ചിരുന്നവർ വനവിഭവങ്ങൾ നികുതിയായിട്ട് നൽകി. ഓക്കെ, ദെൻ വൈൽ ആർട്ടിസൻസ് വർക്ക് ഫോർ ദ കിങ് ഓൺ ഫിക്സ്ഡ് ഡേയ്സ്. അപ്പോൾ ഈ കരകൗശല തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാർ നികുതിക്ക് പകരം എന്ത് ചെയ്യും, രാജാവിന് വേണ്ടിയിട്ട് രാജാവിനായിട്ട് ഒരു നിശ്ചിത ദിവസം ജോലി ചെയ്യായിരുന്നു. അങ്ങനെയായിരുന്നു അവർ ഓരോ തരത്തിലുള്ള നികുതി ഈടാക്കുന്നത്. ഓക്കെ, ദെൻ ദർ വർ മെനി ഒഫീഷ്യൽസ് ഫോർ ക്യാരിയിങ് ഔട്ട് അഡ്മിനിസ്ട്രേഷൻസ്. അപ്പം ഭരണനിർവഹണത്തിന് വേണ്ടിയിട്ട് ധാരാളം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ദ വർക്ക് എന്താണ്, ഒരു വർക്കിൻ്റെ പേര് പറയുന്നുണ്ട് അല്ലേ, ശതപഥ ബ്രാഹ്മണ എന്ന കൃതിയിൽ രാജാവിനെ സഹായിച്ചിരുന്നത് ആരൊക്കെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദ വർക്ക് ശതപഥ ബ്രാഹ്മണ മെൻഷൻസ് സേനാനി പുരോഹിത പറഞ്ഞാൽ പുരോഹിതൻ ആൻഡ് ഗ്രാമണി ഹു അസിസ്റ്റഡ് ദ കിങ്. ഇവർ രാജാവിനെ സഹായിച്ച ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് മഹാജനപദാസ് ഹാഡ് ഫോർട്ട്സ് ആൻഡ് ക്യാപിറ്റൽ സിറ്റീസ്. അപ്പം മഹാജനപദങ്ങൾക്ക് എന്തുണ്ട്, കോട്ടകളും തലസ്ഥാന നഗരികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തൊക്കെയായിരുന്നു, രാജാവിനെ സഹായിച്ചവരാരൊക്കെയായിരുന്നു, സേനാനി, പുരോഹിത, ഗ്രാമണി. ഇവർ രാജാവിനെ സഹായിച്ചു എന്നൊക്കെ നമുക്ക് കൃതികളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഏത് കൃതിയിലാണ്, ശതപഥ ബ്രാഹ്മണ എന്ന് പറഞ്ഞ കൃതി. ആ കൃതിയുടെ പേരൊക്കെ നണ്ടെല്ലാം ചെയ്ത് വെച്ചേക്കണേ. മഹാജനപദങ്ങൾക്ക് എന്തുണ്ടായിരുന്നു, കോട്ടകളും തലസ്ഥാന നഗരികളും ക്യാപിറ്റൽസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ക്യാപിറ്റൽ സിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കൂടി പറയുന്നു. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ദ മഹാജനപദാസിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ചിത്രം ഉണ്ടല്ലോ ബുക്കിൽ, എന്താണ്, പിന്നെ വത്സ ക്യാപിറ്റൽ ഓഫ് വത്സ മഹാജനപദ. അതായത് കൗസാംബിയിലെ ഒരു മതിലാണ് അവിടത്താണ്, വാൾസ് അറ്റ് കൗസാംബി. എന്താണ്, വത്സ മഹാജനപദത്തിൻ്റെ തലസ്ഥാനമാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇത്രയാണ് ആ ഭാഗത്തുള്ളത്. നെക്സ്റ്റ്, ദ റൈസ് ഓഫ് മഗധ. ഇപ്പോൾ എന്താണ്, മഗധയുടെ വളർച്ച. ദ 16 മഹാജനപദാസ് വർ കോൺസ്റ്റന്റ്ലി എൻഗേജ്ഡ് ഇൻ വാർസ് ഫോർ ഡൊമിനൻസ്. അപ്പം എന്താണ്, ഈ 16 മഹാജനപദങ്ങളും തമ്മിൽ അധികാരത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് യുദ്ധങ്ങൾ ചെയ്തിരുന്നു. ഓക്കെ, അതാണ് പറയുന്നത്. ദ 16 മഹാജനപദാസ് വർ കോൺസ്റ്റന്റ്ലി എൻഗേജ്ഡ് ഇൻ വാർസ് ഫോർ ഡൊമിനൻസ്. അധികാരത്തിന് വേണ്ടിയിട്ട് എപ്പോൾ നിരന്തരമായിട്ട് യുദ്ധങ്ങളിലേക്ക് ഏർപ്പെട്ടിരുന്നു. ഓക്കെ, മഗധ വാസ് ദ അൾട്ടിമേറ്റ് വിന്നർ. അപ്പോൾ ഇതിൽ അന്തിമമായിട്ട് വിജയിച്ചത് ആരായിരുന്നു, മഗധയായിരുന്നു. അപ്പം നിങ്ങളോട് അവിടെ പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് മഗധ ഫ്രം മാപ്പ് 1, ഐഡന്റിഫൈ ദ പ്രസന്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു വിച്ച് മഗധ ബിലോങ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, മഗധയുടെ സ്ഥാനം നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും നമ്മുടെ മാപ്പിൽ. നമ്മൾ മാപ്പ് 1 അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഞാൻ നിങ്ങളെ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 34 നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ മഗധയുടെ സ്ഥാനം കണ്ടെത്തിയിട്ട് ഇന്നത്തെ ഏത് സംസ്ഥാനത്തിലാണ് മഗധ ഉൾപ്പെട്ടുള്ളതെന്നൊക്കെ നോക്കാനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഒന്നത് ശ്രദ്ധിക്കണേ, നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തു തരുവേ. ദെൻ നെക്സ്റ്റ് നോക്കുക, മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ വിത്ത് ഗുഡ് റെയിൻഫോൾ. ദർ വർ ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ ഓൾസോ. നല്ല മഴ ലഭിക്കുന്നൊരു പ്രദേശമായിരുന്നു മഗധ. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ഫെർട്ടൈലാണ്, ഉൽപാദനക്ഷമതയൊക്കെയുള്ള സ്ഥലമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അയൺ ഓർ എന്താണ്, ഇരുമ്പയിര് നിക്ഷേപം ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഓക്കെ, ഹെൻസ് ദ അയൺ നീഡഡ് ഫോർ ടൂൾസ് ആൻഡ് വെപ്പൺസ് വാസ് റെഡിലി അവൈലബിൾ. അതുകൊണ്ട് തന്നെ ഈ ഇരുമ്പയിര് കിട്ടുന്നതുകൊണ്ട് തന്നെ ആയുധങ്ങൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായ ഇരുമ്പ് എവിടെ നിന്ന് തന്നെ ലഭ്യമായി, ഇവിടെ നിന്ന് തന്നെ ലഭ്യമായി എന്ന് പറയുന്നു.
എലിഫൻറ്റ്സ് ഫോർ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വാസ് ഇൻ ദോസ് ഡേയ്സ്. ആ കാലഘട്ടത്തിൽ ആനകൾ അല്ലേ, അപ്പം ആ ആനകൾ ആ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അക്കാലത്തെ യുദ്ധങ്ങളിൽ ആനകളായിരുന്നു പ്രധാന ഘടകമായിട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ദെൻ എലിഫൻറ്റ്സ് were available in large numbers in the forests of Magadha. This ensured Magadhan victory in battles. അപ്പം എന്താണ്, നമുക്ക് ആനകൾ അവിടുത്തെ കാടുകളിൽ എന്താണ്, ആ വനങ്ങളിൽ, മഗധയിലെ വനങ്ങളിൽ ആനകൾ ഒരുപാടുണ്ടായിരുന്നു. യഥേഷ്ടം ആനകൾ നമുക്ക് ലഭിക്കുമായിരുന്നു. ഇത് മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കുന്നതിൻ്റെ ഘടകമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ദ ഗംഗ ആൻഡ് ട്രിബ്യൂട്ടറീസ് പ്രൊവൈഡ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. എന്താണ് പിന്നെ പറഞ്ഞത്? അപ്പോൾ ഗംഗയും അതിൻ്റെ പോഷക നദികളും അപ്പം ചരക്ക് ഗതാഗതമൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി, സൗകര്യമാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതായത് എന്താ പറയുക, ദ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രൈബ്യൂട്ടറീസ് പ്രൊവൈഡഡ് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്നാ പറഞ്ഞത്. ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ എളുപ്പമായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കിയേ, മഗധ ഓൾസോ ഹാഡ് എഫിഷ്യൻറ്റ് റൂളേഴ്സ് ലൈക്ക് ബിംബസാര ആൻഡ് എന്താണ്, രണ്ട് ഭരണാധികാരികളുടെ പേര് ബിംബസാരനും അജാതശത്രു. ഓക്കെ, രണ്ടാളാണ് ബിംബസാര ആൻഡ് അജാതശത്രു തുടങ്ങിയ രണ്ട് കഴിവുറ്റ ഭരണാധികാരികളുടെ പേര് കൂടി അവിടെ നമ്മളോട് പറയാണ്. അപ്പോൾ ഇനി നമ്മൾ തൊട്ട് താഴെ എന്താണ്, മഗധയിലെ രാജവംശങ്ങളും പ്രധാന രാജാക്കന്മാരെയും കണ്ടോ. ഡൈനാസ്റ്റീസ് ആൻഡ് പ്രൊമിനന്റ് കിങ്സ് ഓഫ് മഗധ ആരായിരുന്നു നോക്കിയേ. ഒന്നാമത്തെ ഡൈനാസ്റ്റിയുടെ പേരെന്താ, ഹര്യങ്ക ഡൈനാസ്റ്റി. ഹര്യങ്ക ഡൈനാസ്റ്റിയിൽ ആരൊക്കെയാണ്, ബിംബസാരനും അജാതശത്രുവായിരുന്നു ഉണ്ടായത്. അടുത്ത ഡൈനാസ്റ്റിയുടെ പേരെന്താ, ശിശുനാഗ രാജവംശം അല്ലെങ്കിൽ ശിശുനാഗ ഡൈനാസ്റ്റി. എന്താണ് ശിശുനാഗനായിരുന്നു അടുത്ത രാജാവ്. ദെൻ അടുത്ത എന്താ, നന്ദ ഡൈനാസ്റ്റി. നന്ദ രാജവംശമാണ്. ആരാണ്, മഹാപത്മനന്ദൻ. ഓക്കെ, മഹാപത്മനന്ദനായിരുന്നു ആ കാലത്തിലെ രാജാവ്. ആ ഡൈനാസ്റ്റിയിലെ രാജാവിൻ്റെ പേരെന്താ, നന്ദരാജവംശത്തിലെ രാജാവിൻ്റെ പേരെന്താ, മഹാപത്മനന്ദൻ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും ഓർത്തു വെക്കുക. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഹര്യങ്ക രാജവംശം, ശിശുനാഗ രാജവംശം, നന്ദരാജ രാജവംശവും അതിലെ രാജാക്കന്മാരുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഗുണം ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ ഇത് റൈസ് ഓഫ് മഗധ എന്ന് പറയുമ്പം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇവർ യുദ്ധം ചെയ്തതും, അധികാരത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മഗധ വിജയിച്ചതും, അതിനുശേഷം എന്താണ് അവിടുത്തെ ഓരോ കാര്യങ്ങളായിട്ട് എന്താണ്, ധാരാളം മഴ ലഭിക്കുന്നുണ്ട്, ഇരുമ്പയിര് കിട്ടുന്നുണ്ട് അല്ലേ, അയൺ ഓറിൻ്റെ കാര്യം പറയാം, പിന്നെ എലഫൻസിൻ്റെ കാര്യം പറയാം. ഇതൊക്കെ തന്നെ മഗധയെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ശക്തരായ ഭരണാധികാരികളുടെ പേരുകൂടി പറഞ്ഞാൽ ദ റൈസ് ഓഫ് മഗധ നമുക്ക് ഓക്കെ. മകളെ, അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ട് വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ക്ലാസ്സൊക്കെ കാണുക. മുന്നേ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ് കാണാം. ബൈ.